ഇന്ന് ക്രിസ്മസും അല്ല, വാജ്പേയി ജന്മദിനമാണ്. അറിയാമോ? ഇല്ല, അറിയില്ല. കോഴിക്കോടൊക്കെ എങ്ങനെ വാജ്പേയി ജന്മദിനം ഇല്ലേ? ഞാൻ ഇതുവരെ അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. കോഴിക്കോട് ക്രിസ്മസ് ഉണ്ടോ? ഓ, ക്രിസ്മസ്, ന്യൂ ഇയർ അടിപൊളിയാ കോഴിക്കോട്. കോഴിക്കോട് എന്താണ് ക്രിസ്മസിന് ഇത്രയും വിശേഷം? വിശേഷം മെയിൻ ആയിട്ട് മാനാഞ്ചിറ സ്ക്വയർ. അതാണ് എല്ലാ വർഷവും തിളങ്ങി ഏറ്റവും ടോപ്പിൽ. എനിക്ക് റിയാസ് ഖാൻ തോന്നുന്നു അതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഡൈനോസർ അല്ലല്ലോ, ഇങ്ങനെ മറ്റേ തീ പറത്തുന്ന സാധനം, അതിനകത്ത് ലൈറ്റൊക്കെ കത്തിച്ച്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇപ്പോ ക്രിസ്മസ് ഇല്ല, ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ക്രിസ്മസ് കാണത്തില്ല. ഇപ്പോഴേ നമുക്കിതൊക്കെ ആഘോഷിക്കാൻ കഴിയും. ഇപ്പോൾ കോഴിക്കോട് മാനാഞ്ചിറ ആണെങ്കിലും, ഇപ്പൊ ഞാൻ കൊല്ലത്തൊക്കെയാണ്, അപ്പോൾ കൊല്ലം ആശ്രമ മൈതാനം, അവിടെ എല്ലാം ക്രിസ്മസ് വളരെ രീതിയിൽ ആഘോഷിക്കുന്നതാണ്. കരോൾ ഗാനങ്ങൾ, കരോൾ സംഘങ്ങൾ ഒരുപാടുണ്ട്. അവിടെയൊക്കെ കരോൾ സംഘങ്ങളുണ്ടോ? ഇനി ഇതൊന്നും കാണത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു പാലക്കാട് ഒരു സംഭവം ഉണ്ടായത്. ഒരു 7 തൊട്ട് 14 വയസ്സ് വരെ വരുന്ന കുറച്ച് കുട്ടികളായിട്ട് കരോളിനിറങ്ങിയതാണ് പാലക്കാട്. ഡ്രം സെറ്റ് അടിച്ചു പൊട്ടിച്ചു. ഇനിയൊന്നും കരോളിന് ഇറങ്ങരുത് എന്നുള്ള ഭീഷണിയുടെ സ്വരങ്ങളായിരുന്നു. ഇപ്പോ BHP എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, ഭാരതീയ ഹിന്ദു പരിഷത്ത്. അവരുടെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, നിങ്ങൾ ആരും ക്രിസ്മസ് ആഘോഷിക്കരുത്, ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ കടയിൽ നിന്നൊന്നും വാങ്ങരുത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതായത് ക്രിസ്മസിനെ നിരോധിക്കണം, വാജ്പേയിയുടെ ജന്മദിനമായി ആഘോഷിക്കണം എന്നാണ് അവരും പറയുന്നത്. ഇവിടെ ഇരുന്നാ പറയുന്നത്, ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുന്നാണ് പറയുന്നത്. ഇന്ദ്രപ്രസ്ഥം എന്നൊക്കെ വലിയ പേരിൽ അറിയപ്പെടുമെങ്കിലും ഡൽഹിയിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഡൽഹിയിലാണെങ്കിൽ എങ്ങും ക്രിസ്മസ് ഇല്ല. കേരളത്തിലാണെന്ന് തോന്നുന്നു ഇത്രയും നല്ലൊരു ക്രിസ്മസ് അടുത്തിടയ്ക്ക് ഇവിടെ ഉള്ളത്. ബാക്കി നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലൊന്നും വലിയ ക്രിസ്മസ് ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലോ അങ്ങനെ ഇംഗ്ലണ്ടിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോകണം. കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു 5 കൊല്ലത്തിന് ശേഷം ക്രിസ്മസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെപ്പറ്റി ചിന്തിക്കാൻ വയ്യ. കാരണം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ റീൽസ് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് കാണുന്ന സാധനം ഈ മാനാഞ്ചിറ സ്ക്വയറിന്റെ അതാണ്. പിന്നെ ഈ സമയത്ത് നടക്കുന്ന പുതിയാപ്പ ഉത്സവം, ലൈറ്റ് കൊണ്ടുള്ള ഒരു ആഘോഷം, അതില്ലെങ്കിൽ അറിയില്ല. വാജ്പേയിയുടെ ജന്മദിനമായതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ വർഷം മാധ്യമങ്ങളെല്ലാം നിറഞ്ഞൊരു സാധനമാണ് മകരവിളക്ക് കത്തിക്കണം. നിങ്ങൾ ആരും സ്റ്റാറുകൾ വീട്ടിൽ തൂക്കരുത്, സ്റ്റാറുകൾക്ക് പകരം മകരവിളക്ക് തൂക്കിയിടണം. മകരവിളക്ക് തൂക്കിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് ഞങ്ങളുടെ മകരവിളക്ക്, അതുകൊണ്ട് ഞങ്ങൾ മകരവിളക്ക് തൂക്കിയിടുന്നു, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ അതുകൊണ്ട് ക്രിസ്തീയ ഉത്സവങ്ങളൊന്നും ആഘോഷിക്കുന്നത്. നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മൾ ആഘോഷിച്ചു വന്ന് തുടങ്ങിയാണ്. ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഇതെല്ലാം ഒരു ഉത്സവത്തിലെ, പള്ളിപ്പെരുന്നാളാണെങ്കിലും അമ്പലത്തിലെ ഉത്സവമാണെങ്കിലും, അപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ച് ആഘോഷിച്ചിരുന്ന ആഘോഷങ്ങൾ നിങ്ങൾ ഇനി ആഘോഷിക്കരുത്, അതിവിടെ ഇല്ല, ഇവിടെ നിരോധിക്കാൻ പോകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മൾ ഒന്നിച്ച് ആഘോഷിച്ചിട്ടുള്ള ആഘോഷങ്ങൾ, ഇപ്പോൾ ഞാൻ കൊല്ലത്താണ്, അരുണിമ കോഴിക്കോടാണ്, 2 ജില്ലകളാണ്. പക്ഷെ കേരളം ഒന്നാകെ ആഘോഷിച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ ക്രിസ്മസിനെ ഇനി വേണ്ട, ഇനി നിരോധിച്ചിരിക്കുന്നു, ഇനി വാജ്പേയിയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നൊരു സാഹചര്യം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇപ്പോ നാളെ അരുണിമയോട് പറയാണ്, ഇപ്പോ ഓണം നമ്മളെല്ലാം ആഘോഷിക്കുന്നത്, ഓണം ആഘോഷിക്കരുതെന്ന് അരുണിമയെടുത്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? പറ്റില്ല. നമ്മള് കാലാകാലങ്ങളായിട്ട് സാരിയൊക്കെ, സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല ആഹാരമൊക്കെ വെച്ച് ഇലയില് സദ്യയൊക്കെ ഇട്ട്, അതെ, പൂക്കളൊക്കെ ഇട്ട് നമ്മൾ അത്ര ആഘോഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പരിപാടികൾ വേണ്ട എന്ന് പറയാൻ ഇവരൊക്കെ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഇവർക്കൊരു അധികാരം കൊടുത്തു എന്ന് കരുതി ഇപ്പൊ BHP എന്നൊക്കെ പറയുന്ന പാർട്ടി BJPയുമായിട്ട് സംയോജിപ്പിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഒരു ഹിന്ദുത്വ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഇവരുടെ അടിമകളാണ് എന്നാണ് ഇവരുടെ വിചാരം. ഇവര് പറയുന്നത് മാത്രമേ കേൾക്കാവൂ, ഇവർ പറയുന്നത് മാത്രമേ ചെയ്യാവൂ, ഇവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്ടിപ്പർ അവകാശം ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ധാർഷ്ട്യം അത് കേരളത്തിലേക്കും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമാകുന്ന ഒരു സാഹചര്യം. എന്നിട്ട് ഇവിടുത്തെ നേതാക്കന്മാർ, BJPയുടെ നേതാക്കന്മാർ തന്നെ പറയുന്നതിലാണ് ഏറ്റവും വലിയ. ഇപ്പോൾ പാലക്കാടിന്റെ കഴിഞ്ഞ ദിവസം MLA ആയിട്ട് മത്സരിച്ചുള്ള C. കൃഷ്ണകുമാർ, ഈ C. കൃഷ്ണകുമാർ പറയുകയാണ് ഇവരൊക്കെ മദ്യപിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു ഇത് കേൾക്കുന്ന അവരുടെ അച്ഛനെയും അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 തൊട്ട് 10-14 വയസ്സ് വരെയുള്ള കൊച്ചു പിള്ളേരാണ്. ഈ കൊച്ചു പിള്ളേർ മദ്യപിച്ചിട്ടാണ് കരോളിനിറങ്ങിയത്. എന്നിട്ട് വേറൊരു നേതാവ് പറയാ, ഇവര് പള്ളിയുടെ ഭാഗമായിട്ടൊന്നും മദ്യമൊന്നും അല്ലല്ലോ, ഇവര് അല്ലാതെ ഇറങ്ങിയതല്ലേ, അപ്പൊ അല്ലാതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെ പറയാനുള്ള ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു ധിക്കാരഭാവം, ഇതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരുത്തനും ചോദിക്കാൻ വരത്തില്ല എന്നുള്ള
ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അത് പുറത്തേക്ക് വരുമ്പോഴാണ്, തെകട്ടി വരുമ്പോഴാണ് ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്, വർഗീയ വിദ്വേഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഈ ക്രിസ്മസ് രാവിൽ പോലും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളുമായിട്ട് ഈ BJP-യുടെ നേതാക്കന്മാർ വരുമ്പോൾ, ചില നേതാക്കന്മാരൊക്കെ പള്ളിമേടകളിൽ ഇരിക്കുകയാണ്, അച്ഛനുമായിട്ട് കേക്കും കഴിച്ച് വൈനും കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ താഴെ തട്ടിൽ ഇവിടുത്തെ അവരുടെ പ്രവർത്തകരും സാധാരണപ്പെട്ട മനുഷ്യരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ് കരോൾ ഇറങ്ങുന്നതിന്റെ പേരിൽ. ക്രിസ്ത്യപരമായിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റീൽസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കയറി 2 അടി കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള രസം. എന്താണ്, വഴിയോരത്ത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ ക്രിസ്മസിന്റെ ഡ്രസ്സ്, മറ്റേ തലയിലിടുന്ന തൊപ്പി, അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് വിൽക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഇവിടെ ഇതൊന്നും പറ്റത്തില്ല, ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ എന്നിട്ട് പൊക്കോണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ അവന്മാര് വണ്ടി നിർത്തിയിട്ട് ഇതെല്ലാം ഒഴിപ്പിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ. ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിലായിരുന്നെങ്കിൽ 2 അടി കൊടുത്ത് വിട്ടേനെ, സത്യമാണ്. ഇതിപ്പോ UP ആയതുകൊണ്ടും നമുക്ക് നോർത്ത് ഇന്ത്യ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ നമുക്ക് എല്ലാത്തിനുള്ള അവകാശമുണ്ട്. ഇന്നാണെങ്കിൽ കേരളം വളരെ മനോഹരമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 കല്ലുകടികൾ അവിടെയും ഇവിടെയുമായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് കേരളം വളരെ മനോഹരമായിട്ടാണ് ഈ ക്രിസ്മസിനെയും വരവേറ്റിട്ടുള്ളത്. ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ആളുകൾ ആഘോഷിച്ചു തുടങ്ങിയതാണ്. നമ്മളൊക്കെ ജനിച്ച കാലം തൊട്ട്, ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായം തൊട്ട് കാണുന്നതാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ചെറിയ കുട്ടികളായിട്ടുള്ള കരോൾ സംഘം, വലിയ പള്ളിയിൽ നിന്ന് വരുന്ന വലിയ കരോൾ സംഘം. രസമാണ്, ചെറിയ കുട്ടികളെ കാണാനത് രസമാണ്. കാരണം അവരുടെ പപ്പാജി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡാൻസിന്റെ അങ്ങേയറ്റമായിരിക്കും. പള്ളിയിൽ നിന്ന് വരുന്നവരുടെ പാട്ട് കേൾക്കാൻ അടിപൊളിയായിരിക്കും. പള്ളി കരോളിന് വരുന്ന ആളുകളുടെ ഇത് 2 തിരിച്ചറിയാൻ എളുപ്പമാണ്. മറ്റവരുടെ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അലമ്പ് പാട്ടൊക്കെ ആയിരിക്കും, പക്ഷെ ഫുൾ ആഘോഷമായിരിക്കും. പള്ളിയിൽ നിന്ന് വരുന്ന സംഘത്തിന്റെ ആണെങ്കിൽ പാട്ടും കൊട്ടും ഭയങ്കര രസമായിരിക്കും. നമുക്ക് എത്ര വേണമെങ്കിലും കേട്ടിരിക്കാൻ തോന്നും. പപ്പാജി ഒന്നും കുഴപ്പമില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളെ റീൽസിലൊക്കെ സജീവമായിട്ടിരിക്കുന്ന പപ്പാജിമാരുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ പപ്പാജിമാരായിട്ട് വന്നിട്ട് ഡാൻസാണ്. അപ്പൊ അത്രയും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ആഘോഷങ്ങളെ ഇനി നീ ഒന്നും ഇവിടെ ആഘോഷിക്കരുത്, ഇതൊക്കെ മറ്റൊരു മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യ മതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഇന്ന് വരെ കരോള് കണ്ടിട്ട് ക്രിസ്ത്യ മതത്തിൽ ചേരാൻ അരുണിമയ്ക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. നമ്മളൊരു മതത്തില് ആചരിച്ചു പോരുന്നതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ട്. പക്ഷെ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. അതെ, ആഘോഷങ്ങൾ അല്ല എന്ന് കരുതി ആ മതത്തിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഉത്സവ പരിപാടി, ഒരു ഉത്സവത്തിന് പോയി, ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരാളോ ഉത്സവത്തിന് പോയി എന്ന് കരുതി ഹിന്ദു ആകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞാല് ഇവരൊക്കെ അങ്ങ് ക്രിസ്ത്യാനികളായി പോവും. ഹിന്ദുക്കളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് ഇതെല്ലാം. ഇത്തരത്തിലുള്ള വർഗീയവാദികളെ നമ്മൾ ഒറ്റപ്പെടുത്തണം.